മെഷീന് നമ്മളെ വെജിറ്റബിൾ കട്ടറിൻ്റെ വേറൊരു ടൈപ്പ് ചോപ്പിംഗ് മെഷീനാണിത്. ചോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ പൊടിയായിട്ട് അരിയില്ലേ, ഇപ്പോൾ സമൂസ, അതുമാതിരി തന്നെ സാൻഡ്വിച്ച്, അങ്ങനത്തെ കാര്യങ്ങൾ, സാൻഡ്വിച്ചിൽ സലാഡ്, അതുമാതിരി തന്നെ സമൂസയ്ക്കുള്ള സലാഡ്, സമൂസയ്ക്കുള്ള ഉള്ളി, അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ, അതുമാതിരി തന്നെ ഈ കച്ചമ്പർ ഉണ്ടാക്കാനുള്ളത്, കുനാന്ന് ചെറുങ്ങനെ പൊടിയായിട്ട് അരിയാൻ പറ്റിയ മെഷീനാണിത്. ഇത് 1 HP ചോപ്പിംഗ് മെഷീൻ. 1 HP ഇടതുണ്ട്, 1.5 HP ഇടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെറ്റുകളാണ് ഈ കാണുന്നതൊക്കെ, അതിൽ വരുന്ന നെറ്റുകൾ. അതായത് നമുക്ക് സൈസ് അനുസരിച്ച് നെറ്റ് ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ 4 ടൈപ്പ് നെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഏറ്റവും ചെറുതിട്ട് കഴിഞ്ഞാൽ നല്ല പൊടിയായിട്ട് കിട്ടും. അതിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വലുത്, പിന്നെ അത് അതിൻ്റെയും വലുത്, അത് ഏറ്റവും വലുത്. ഇതുമാതിരി തന്നെ ഈ പൊറാട്ട, കൊത്തു പൊറാട്ട ഉണ്ടാക്കണം കേട്ടോ. കൊത്തു പൊറാട്ട എന്ന് പറയുന്നത് ഈ പൊറാട്ട ചിക്കി എടുക്കാൻ, അത് ഇതിലിട്ട് കഴിഞ്ഞാൽ ഈ വലിയ നെറ്റ് ഇട്ടിട്ട് ഞാൻ പൊറോട്ട ചിക്കി എടുക്കുക. അതുമാതിരി തന്നെ ഈ കോഴിയിടയ്ക്കുള്ള ചിക്കൻ ഉണ്ടല്ലോ, പുഴുങ്ങിയ ചിക്കൻ, അതൊക്കെ ഇങ്ങനെ ചിക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ വലിയ നെറ്റ് ഇട്ടിട്ട് ആ പുഴുങ്ങിയ കോഴി അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, എല്ലില്ലാണ്ട് നമ്മളിങ്ങനെ ചിക്കി വന്നോളും. ആ ആവശ്യത്തിനൊക്കെ ഉള്ളതാണ്. 1 HP മോട്ടർ, കോപ്പർ വൈറ്റിംഗ് ആണ്. പിന്നെ 1 കൊല്ലം വാറണ്ടിയൊക്കെ ഉള്ള സാധനമാണ്. ഇത് വളരെ എളുപ്പമാണ്. ഈ തട്ടുകട അതുപോലത്തെ ചെറിയ യൂണിറ്റ്, ജങ്ക് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു മെഷീനാണിത്. പിന്നെ ഇതിൽ അതുമാതിരി തന്നെ എല്ലാം നീരില്ലാത്ത, അതായത് ഈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ആ ഫ്രൂട്ട്സ് അല്ലാത്ത എല്ലാ വെജിറ്റബിൾസും നമുക്കിതിൽ ചോപ്പ് ചെയ്തെടുക്കാം. ഉള്ളി, അതുമാതിരി തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ പൊട്ടോട്ടോ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും, അതുമാതിരി തന്നെ നമ്മളെ കേബേജ്, ആ സാധനങ്ങളൊക്കെ ഇതിൽ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന മെഷീനാണിത്. ഇതിൻ്റെ നെറ്റ് ഇപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം. ഒരു നെറ്റ് ഞാനിപ്പോൾ ഒരു ചെറിയൊരു സാമ്പിൾ അടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ ഇതായി ഒരു മീഡിയം ടൈപ്പായിട്ടുള്ളൊരു നെറ്റാണ് ഞാനിതിൽ ഇട്ടിട്ടുള്ളത്. കണ്ടില്ലേ, നെറ്റിടാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഗാഡി ഉണ്ടാവും, ഈ 2 ഗാഡിയുടെ ഉള്ളിലിട്ടിട്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് ഈ നോബ് നല്ല ടൈറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്വിച്ച് ഇവിടെ ബാക്കിലാണുള്ളത്, LCD സ്വിച്ച് ഇവിടെ ബാക്കിലാണുള്ളത്. ആ സ്വിച്ച് ഓൺ ചെയ്യുക. ഓൺ ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ട്രേ വയ്ക്കാം. ഈ ട്രേ വെച്ചിട്ട് ആദ്യം ഈ ഉരുളക്കിഴങ്ങ്, ഉള്ളി ഞാൻ കാണിച്ചു തരാം. ഉള്ളി നമുക്ക് ചോപ്പ് ചെയ്യാം. എങ്ങനെ ഈ ഒരു ഉള്ളി ചോപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കാം. വേറെ ഒന്നും ചെയ്യണ്ട, ഇതിങ്ങനെ പൊടിഞ്ഞ് വന്നത് വേണ്ട. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മൾ ലോഡ് ചെയ്യും തോറും ഈ സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. 1 മണിക്കൂറിന് ഒരു 100 കിലോ വരെയൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഞാനിതിൻ്റെ ഉരുളക്കിഴങ്ങ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ അതിൽ ഉരുളക്കിഴങ്ങാണ് ഇടുന്നത് കേട്ടോ, അതും കൂടെ നോക്കി. അതും ഇതുപോലെ തന്നെ ജസ്റ്റ് അതിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ പൊടിയായി അരിഞ്ഞ് വന്നത്. ഇതൊരു മീഡിയം ടൈപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിൽ വലുതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കഷ്ണങ്ങൾ വലിയ കഷ്ണങ്ങളായിട്ട് വരും.